അങ്ങനത്തെ ഫെബ്രുവരി ആയിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ഉത്സവങ്ങളും പള്ളിപ്പെരുന്നാളും ഒക്കെയാണല്ലോ. അപ്പൊ നമ്മളിതേ മിക്ക വർഷവും മുടങ്ങാണ്ട് വരണ ഒരു സ്ഥലമാട്ടോ ഇത്. നമ്മുടെ കണ്ണമ്പുഴ താലപ്പൊലിയാണ്. അപ്പൊ ഇന്നല്ല താലപ്പൊലി, എന്നാലും നമ്മൾ ഇന്ന് ഇതിൽ കൂടെ പോയപ്പോ അമ്പലത്തിൽ കയറി തൊഴാണ്ട് എങ്ങനെയാ, നമുക്ക് കുഞ്ഞിലേ തൊട്ട് വരുന്ന അമ്പലല്ലേ. അപ്പൊ അത് കാരണം വന്ന് തൊഴാന്ന് വെച്ചു. പിന്നെ പോരാത്തതിന് ഇന്നാവുമ്പോ വലിയ തിരക്കില്ല, നമുക്ക് സമാധാനമായിട്ട് തിക്കും തിരക്കൊന്നും കൂടാണ്ട് തൊഴുകയും ചെയ്യാം. പിന്നെ പറ നിറയ്ക്കാനാട്ടോ എൻ്റെ കുട്ടീസ് വന്നേക്കണേ. കാരണം അവർക്ക് പറ നിറയ്ക്കണ കാര്യം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവരെയും കൊണ്ട് പറ നിറയ്ക്കാൻ പോയി കഴിഞ്ഞാൽ ഇടിയാട്ടോ. കാരണം ഒരാള് വാരിയിടുമ്പോൾ അടുത്ത ആള് വാരിയിടും. അപ്പൊ തിരക്കിന്റെ ഇടയിൽ നമുക്ക് ഈ പരിപാടി നടക്കില്ല. അങ്ങനെ അമ്പലത്തിലൊക്കെ ഒന്ന് തൊഴുത് പുറത്തേക്ക് ഇറങ്ങി പറ നിറയ്ക്കാൻ നിൽക്കാട്ടോ. അപ്പൊ ആദ്യം കണ്ണനും അച്ചുമായിരുന്നു പറ നിറയ്ക്കുന്ന ആൾക്കാർ. ഇപ്പൊ ഗൗരിയും കൂടെ കൂടിയിട്ടുണ്ട് അവരുടെ ഒപ്പം. മര്യാദയ്ക്ക് എല്ലാ കുട്ടീസ് ആയതുകൊണ്ട് തന്നെ നല്ല പാടാണ് ഇവരെയും കൊണ്ട് പറ നിറയ്ക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ പറയൊക്കെ നിറച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവാട്ടോ. ഇന്നെന്ന് വെച്ചാൽ നമുക്ക് 2-3 പ്ലാനിങ് ഉണ്ട്. ഇന്ന് ആകെ ഒരു സൺഡേ, അത് ഉച്ച കഴിഞ്ഞൊരു ഇത്തിരി സമയമുള്ളൂ. നമുക്ക് എല്ലായിടത്തും പോവുകയും വേണം. അപ്പൊ ഇവിടെ വരാണ്ട് പോവാനും പറ്റില്ല. കാരണം നമ്മൾ കുഞ്ഞിലേ തൊട്ട് എല്ലാ വർഷവും താലപ്പൊലിക്ക് ഇതുപോലെ ഇവിടെ വന്ന് പറയൊക്കെ നിറയ്ക്കണത്. അപ്പൊ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം പെട്ടെന്ന് ഇല്ലാണ്ടാവുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ ഇന്ന് വലിയ തിരക്കില്ല, ഞാൻ നമുക്ക് നല്ലോണം തൊഴാനും പറ്റിയതേ. പറയൊക്കെ മര്യാദയ്ക്ക് സമാധാനമായിട്ട് നിറച്ചതേ നമ്മൾ തിരിച്ചു പോവാട്ടോ. അപ്പൊ എൻ്റെ ഈ ചെറുതുകളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എൻ്റെ ഈ അച്ചുവിന് പെട്ടിക്കട കാണുമ്പോൾ ഭയങ്കര ഒരു അട്രാക്ഷൻ ആട്ടോ. അപ്പൊ ഇന്ന് വന്ന് നാളെ വന്നാലും ഇത് തന്നെ അംഗം. അങ്ങനത്തെ അവനൊരു കളിപ്പാട്ടവും മേടിച്ചു കൊടുത്തതേ നമ്മൾ പോവാട്ടോ. അപ്പൊ ഇത്രയ്ക്കുള്ളൂ. ഓക്കെ, ബൈ, സീ യു.